UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരന് പകരം കോൺഗ്രസ് ഷാഫി പറമ്പലിനെ നിയോഗിച്ചതോടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിനാണ് വടകര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എല്ലാത്തിലുമുപരി മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണ് വടകര എന്നതാണ്. അതുകൊണ്ട് തന്നെ എതിർ സ്ഥാനാർത്ഥിയും ശ്രദ്ധിക്കപ്പെടും. ഇന്ന് ഔദ്യോഗികമായി വടകരയിൽ ഷാഫി പറമ്പിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUയിലൂടെയാണ് ഷാഫി പറമ്പിൽ പൊതുരംഗത്തേക്ക് എത്തുന്നത്. 2007 KSU സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷത്തിനു ശേഷം 2009 KSU സംസ്ഥാന പ്രസിഡന്റുമായി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തെത്തുന്നത്. 7000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഷാഫിയുടെ ആദ്യ ജയം. പിന്നീട് 2016-ലും 2021-ലും ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു പാലക്കാട് നിന്ന് മത്സരിച്ച് വിജയിച്ചത്. 2016-ൽ 17,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഷാഫി പറമ്പിലിന് പക്ഷേ 2021-ൽ BJPയുടെ ശ്രീധരനിൽ നിന്ന് അപ്രതീക്ഷിതമായ മത്സരം നേരിടേണ്ടി വന്നു. എങ്കിലും 3000-ലേറെ വോട്ടുകൾക്ക് വിജയം ഷാഫി പറമ്പിലിന് ഒപ്പം തന്നെയായിരുന്നു. അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി കഴിഞ്ഞ വർഷമാണ് പദവിയൊഴിഞ്ഞത്. MBA ബിരുദധാരിയായ ഷാഫി പറമ്പിലിന് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം പ്രകാരം 5,06,21,410 രൂപയുടെ ആസ്തിയാണ് ഉള്ളത്. 1,03,25,849 രൂപയുടെ ബാധ്യതയും ഷാഫിക്കുണ്ട്. ഭാര്യയുടെയും തന്റെയും പേരിൽ വിവിധ ബാങ്കുകളിലായി 33,410 രൂപയുടെ നിക്ഷേപമുണ്ടെന്നാണ് ഷാഫി പറമ്പിൽ 2021-ലെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. 1,05,53,000 രൂപ വിലയുള്ള ഇന്നോവ കാറാണ് ഷാഫി പറമ്പിലിന്റെ പേരിലുള്ളത്. ഇതുകൂടാതെ പാലക്കാട് യാക്കരയിൽ ഷാഫി പറമ്പിലിന്റെ പേരിൽ 17 ലക്ഷം രൂപ വിലയുള്ള കൃഷിയിടവും ഉണ്ട്. MLA ശമ്പളമാണ് പ്രധാന വരുമാന മാർഗമായി ഷാഫി പറമ്പിൽ സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത്. ഭാര്യ അഭിഭാഷകയാണെങ്കിലും നിലവിൽ വീട്ടമ്മയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതേസമയം ഷാഫി രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. TP വധം ഇത്തവണയും വടകരയിൽ പ്രചരണ വിഷയമാകുമെന്നാണ് UDF സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത്. തിരുത്താൻ CPIM ഇതുവരെ തയ്യാറായിട്ടില്ല. വടകര TPയുടെ മണ്ണാണെന്നും ഇത്തവണയും UDFനൊപ്പം നിൽക്കുമെന്നും ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. ഇന്ന് UDFന്റെ ഔദ്യോഗിക പ്രചരണത്തിന് TP സ്മൃതി മണ്ഡപത്തിൽ നിന്ന് തുടക്കമായി. കഴിഞ്ഞ ദിവസം വടകരയിലെത്തിയ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. ആയിരങ്ങളാണ് ഷാഫിയെ വരവേൽക്കാൻ വടകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് തടിച്ചുകൂടിയത്. വടകരയിൽ മത്സരിക്കാനുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്നാണ് ഷാഫി പറമ്പിൽ ആദ്യം പ്രതികരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിക്കേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നുവെന്നും മത്സരിക്കാനുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്നുമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. അതേസമയം പാലക്കാട്ട് നിന്ന് വരാൻ വലിയ വിഷമമുണ്ടെന്നും MLA എന്ന പദവി സമ്മാനിച്ചത് പാലക്കാട്ടെ ജനങ്ങളാണെന്നും പ്രയാസം നേതാക്കളെ അറിയിച്ചിരുന്നുവെന്നും ഷാഫി വടകരയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കവേ വളരെ വിഷമത്തോടെ പറഞ്ഞിരുന്നു. ഏതായാലും ഇത്തവണ വടകരയിൽ തീപാറും പോരാട്ടമാണ് നടക്കാൻ പോകുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.